ശരിയാണ്. കാരണം മദ്യം വിളമ്പിക്കൊണ്ടാണ് LDF സർക്കാർ ഒരു വികസനം കൊണ്ടുവരാൻ പാലക്കാട് ജില്ലയിൽ ആഗ്രഹിക്കുന്നത്. ആ വികസനം തൽക്കാലം പാലക്കാട് ജില്ലയ്ക്ക് വേണ്ട. ഇവിടെ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായി കേരളത്തിൽ പുതുശ്ശേരിയിൽ ഒരു ക്ലസ്റ്റർ വരുന്നുണ്ട്. 10,000 കണക്കിന് തൊഴിൽ ലഭിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അതിന് 2 കൈ നീട്ടി സ്വീകരിച്ച ആളുകളാണ് ഞങ്ങൾ. അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും മുതൽ മുടക്ക് ഉണ്ട്. ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു, അതിനോട് എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്നു. പക്ഷേ ഭൂഗർഭജലം ഇല്ലാത്ത പാലക്കാട് ജില്ലയിൽ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന എലപ്പുള്ളിയിൽ ഒരു പൂവൽ കൃഷിക്ക് മാത്രം ദയനീയമായ ഒരവസ്ഥ നേരിടുന്ന എലപ്പുള്ളിയിൽ അവിടുത്തെ കാർഷിക മേഖലയ്ക്ക് തുള്ളി വെള്ളമില്ല. കുടിക്കാൻ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്ന സാധാരണക്കാർ ആ വെള്ളം ഊറ്റിയിട്ടുള്ള ഒരു മദ്യ കമ്പനി പാലക്കാട് വേണ്ട. അത്തരത്തിലൊരു വികസനത്തിന് ഞങ്ങൾ എതിർക്കുന്നു. ഈ തരത്തിലുള്ള ഒരു വികസനമാണ് LDF ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അവസാന കാലത്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഈ മദ്യ കമ്പനിയെ കൊണ്ടുവന്ന് ഇവരുടെ എല്ലാം ഖജനാവും പോക്കറ്റും വീർപ്പിക്കാനുള്ള വികസനം വെച്ചാൽ അത് അവർ കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ നടക്കില്ല. നിങ്ങൾക്ക് എന്തറിയാം, ഈ പുതുശ്ശേരിയില് പുതിയ വ്യവസായങ്ങൾ വരുന്നത് ഏത് ടൈപ്പ് വ്യവസായമാണെന്ന് നിങ്ങൾക്ക് അറിയോ? നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ട് വരുന്ന വ്യവസായങ്ങൾക്ക് തീരെ ജലം ആവശ്യമില്ലാത്തതാണ്. പ്രകൃതി പഠനം, അവിടുത്തെ പ്രകൃതി ആഘാത പഠനം നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ടുണ്ട്. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള എൻവയോൺമെന്റൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പഠന റിപ്പോർട്ട് കഞ്ചിക്കോട് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകില്ലെന്നുണ്ട്. പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരത്തിലാണ് ഈ വ്യവസായം വരുന്നത്, അതുകൊണ്ട് പ്രകൃതിക്ക് ദോഷം ഉണ്ടാകുമെന്നുള്ള വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനം നടന്നതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് അന്തിമ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. നേരെ മറിച്ച് കൊച്ചിയിലും ഈ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റഡി പൂർത്തിയാക്കിയിട്ടില്ല, അതിന് അന്തിമമായിട്ട് അനുമതി കിട്ടിയിട്ടില്ല. അപ്പൊ പ്രകൃതി സൗഹൃദമായിട്ടുള്ള വ്യവസായങ്ങളാണ് എവിടെ വരുന്നത്? പുതുശ്ശേരിയിൽ വരുന്നത്. ഈ വ്യവസായം പ്രകൃതി സൗഹൃദമായിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? എത്തനോൾ ഉണ്ടാക്കുന്നു, സ്പിരിറ്റ് ഉണ്ടാക്കുന്നു, ബ്രാൻഡി ഉണ്ടാക്കുന്നു, വൈൻ ഉണ്ടാക്കുന്നു, ബീർ ഉണ്ടാക്കുന്നു. ഇത് ആകാശത്തുനിന്ന് എന്താ മാജിക് നടത്തിയിട്ട് കാണിക്കാൻ കഴിയില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വെള്ളമാണ്. ആ വെള്ളം എവിടെ നിന്ന് കൊടുക്കും, എങ്ങനെ കൊടുക്കും, സർക്കാർ തീരുമാനിച്ചിട്ടില്ല.